ഡെലൂഷൻ. ഇമാജിനേഷനിലേക്ക് മൈൻഡ് കടന്നു പോകുന്ന ഒരവസ്ഥ. ഒറിജിനൽ അല്ലാത്ത കാര്യങ്ങളെ, റിയൽ അല്ലാത്ത കാര്യങ്ങളെ, ശരിക്കും അങ്ങനെ അല്ലാത്ത കാര്യങ്ങളെ അങ്ങനെയാണെന്ന് മനസ്സിൽ വിശ്വസിക്കുന്ന ഒരവസ്ഥ. ജീവിതം നമുക്ക് ഒരുപാട് പെയിൻ തരുമ്പോൾ ആ പെയിനിനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത വിധം നമ്മുടെ മനസ്സ് ഭയപ്പെടുമ്പോഴും ഇറ്റ്സ് അപ് ടു ദ പേഴ്സൺ ആണ്. ചിലർക്ക് ഒരു ലിമിറ്റ് വരെ പെയിനിനെ മാനേജ് ചെയ്യാൻ പറ്റും, ചിലർക്ക് ഒട്ടും കുറച്ച് പെയിൻ ആവുമ്പോൾ ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റില്ല. ചിലർ ഒരുപാട് മാനേജ് ചെയ്ത് മടുത്തിരിക്കുന്ന മനുഷ്യരുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് നമ്മുടെ മനസ്സ് ഭയങ്കര വേദനയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ പെയിനിൽ നിന്നും ഒളിച്ചോടാനുള്ള ഒരു പ്രവണത നമുക്കുണ്ടാവും. നമുക്ക് ഈ പെയിനിനെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഈ പെയിൻ ഭയങ്കര ബുദ്ധിമുട്ട് തരാൻ തുടങ്ങും. നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല, ജീവിക്കാൻ തോന്നുന്നില്ല, ഹോപ്പ്ലെസ് ആയി പോകും. നമുക്ക് തോന്നുന്നത് ഒരു പിടിവള്ളി എവിടെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നും. ആരെങ്കിലും ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ, എവിടെയെങ്കിലും ഒരു സഹായം വന്നിരുന്നെങ്കിൽ എന്നൊക്കെ നമുക്ക് തോന്നും. ആ സമയത്ത് ഒരുപാട് മനുഷ്യന്മാര് ആശ്വാസം തേടിയും പരിഹാരം തേടിയും ഒക്കെ ഒരുപാട് തെറ്റായ വഴികളിലൂടെ പോകാറുണ്ട്. അതിനെ മനസ്സിന്റെ തലത്തിൽ നിന്നുകൊണ്ട് അതിനെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. ഡെലൂഷനുകൾ ഉണ്ടാവാൻ തുടങ്ങുന്നു, ഇമാജിനേഷനുകൾ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. സപ്പോസ് നിങ്ങൾ സ്നേഹിക്കപ്പെടാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് സ്നേഹിക്കപ്പെടാത്ത ആ വേദന നിങ്ങളുടെ മനസ്സിലുണ്ടാകുമ്പോൾ ആരെങ്കിലും കുറച്ച് സ്നേഹത്തോടെ സംസാരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ അങ്ങ് വിശ്വസിക്കുകയാണ് നിങ്ങളെ അയാൾ സ്നേഹിക്കുന്നുണ്ട്. റിയാലിറ്റീനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മുടെ മൈൻഡ് ഒരു ഇമാജിനേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ചിലപ്പം റിയാലിറ്റിയിൽ ഇപ്പം നിങ്ങൾ ഒരാൾ വളരെ നോർമലായിട്ട് നിങ്ങൾ സ്നേഹത്തോടെ സംസാരിച്ചതായിരിക്കും, പക്ഷെ നിങ്ങളാണെങ്കിൽ സ്നേഹിക്കപ്പെടാതെയും ഒരു കെയർ കിട്ടാതെയും ഒരുപാട് നാളായിട്ട് സഹിക്കുന്ന ഒരാളായിരിക്കും. അപ്പം ഈ ഒരാൾ പെട്ടെന്ന് നിങ്ങൾ കെയർ തരുന്ന പോലെ സംസാരിക്കുകയോ കൺസേൺ ഉള്ള പോലെ സ്നേഹിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്ന സമയത്ത് നിങ്ങൾ അയാളുമായിട്ട് അറ്റാച്ച്ഡ് ആവുകയാണ്. ശരിക്കും അയാൾ വളരെ നോർമലായിട്ട് നിങ്ങളോടൊരു സുഖാന്വേഷണം നടത്തിയതായിരിക്കാം, പക്ഷെ നിങ്ങളുടെ മനസ്സ് പെയിനിലായതുകൊണ്ടും അയാളെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാവുകയാണ്. അത് ഈ ടീനേജിലാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു പ്രായത്തിലാണെങ്കിലും നമ്മൾ പോകുന്ന ചില വഴിതെറ്റലുകൾക്ക് പുറകിൽ നമ്മുടെ മനസ്സ് അനുഭവിക്കുന്ന ചില സംഘർഷങ്ങളാണ്. അതിൽ നിന്ന് ഒളിച്ചോടാനുള്ള നമ്മുടെ പ്രവണത മൂലമാണ് ഈ ഇമാജിനേഷൻ വർക്ക് ചെയ്യുന്നതും ഈ ഡെലൂഷൻ വർക്ക് ചെയ്യുന്നതും ഈ സ്ട്രഗിൾസ് ഉണ്ടാവുന്നതും. സോ പാപം എന്ന് പറഞ്ഞ് നമ്മൾ ഒറ്റയ്ക്ക് അങ്ങ് തള്ളി കളയാൻ പറ്റില്ല. ഈ പാപം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാവണം. എന്നിട്ട് നമ്മുടെ മനസ്സിന്റെ വേദനകളെ കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിക്കണം. അതിൽ നിങ്ങൾ ദൈവത്തിൽ മാത്രം ആശ്രയം കാണണം. മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന വേദനയ്ക്ക് മനുഷ്യരിൽ തന്നെ നിങ്ങൾക്ക് പരിഹാരം കിട്ടാൻ വഴിയില്ല. ചിലപ്പോൾ കിട്ടിയേക്കാം, പക്ഷെ ചിലപ്പം അത് നിങ്ങളുടെ തെറ്റായ ധാരണകളായിരിക്കും. സോ വേദനകളിൽ നിന്നും ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെന്നും അത് ഒരുപക്ഷെ നിങ്ങളെ തെറ്റായ വഴിയിലേക്ക് നയിക്കാമെന്നും യാഥാർത്ഥ്യങ്ങൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല എങ്കിലും നിങ്ങളൊരു ഇമാജിനേഷൻ വേൾഡ് ക്രിയേറ്റ് ചെയ്ത് അവിടെ അങ്ങ് താമസിക്കാൻ തുടങ്ങുന്ന ഒരു അവസ്ഥ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് പറയാനുമാണ് ഈ വീഡിയോ ചെയ്തത് കേട്ടോ. താങ്ക് യു.